ഹലോ. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് മൈദേനെ കുറിച്ചായിരിക്കും അല്ലേ. അപ്പോൾ മൈദ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. മൈദ എപ്പോഴും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മൈദ ആയിരിക്കണം എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ നേരിട്ട് എടുക്കുന്നതായിരിക്കുമെങ്കിൽ അതിൽ ലംസ് വരും. അത് എത്ര നമ്മൾ സേവ് ചെയ്താലും ചിലപ്പോൾ തണുപ്പ് തന്നെ മാറില്ല. കട്ട കട്ട കിട്ടുന്നത് മാത്രമല്ല, നല്ല തണുത്തായിരിക്കും ഇരിക്കുക. അത് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ആ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അലുവ പോലെയുള്ള ടെക്സ്ചറൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മൈദ തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ മൈദ എടുത്ത് വരുമ്പോൾ വേറെ അടുത്ത് സെക്കൻഡായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അത് സീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. സിഫ്റ്റിംഗ് ആൻഡ് അല്ലെങ്കിൽ സീവിങ്, അത് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അത് സീവിങ് നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി നമുക്കൊരു ടിപ്പായിട്ട് പറയാവുന്നത്, നമ്മളൊരു മിക്സിയുടെ ബൗൾ എടുത്തിട്ട് അതിലെല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് നമുക്ക് കറക്കിയെടുക്കുകയാണെങ്കിൽ ഈ അരിക്കണ ഒരു ബുദ്ധിമുട്ട് സീവ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബേക്കിങ്ങിൽ മൈദ എടുക്കുമ്പോൾ സീവ് ചെയ്യുക. മൈദ എന്ന് മാത്രമല്ല, എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ സീവ് ചെയ്യണം. പിന്നെ ആദ്യം നമ്മൾ മൈദ പറഞ്ഞുകൊണ്ട് മൈദ നിന്ന് തുടങ്ങിയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിലിട്ട് കറക്കി പെട്ടെന്ന് തന്നെ ആ ഒരു പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സിഫ്റ്റിംഗ് അല്ലെങ്കിൽ സീവിങ്.